ഫുള്ള് കണ്ടില്ല. നിനക്കൊന്നും കിട്ടില്ല. ബ്രോ, ഈ വിവാദങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അറിയില്ല ബ്രോ. അടുത്ത് എനിക്ക് എൻ്റെ ഭാഗം മാത്രമേ അറിയത്തുള്ളൂ. അപ്പം എനിക്കുണ്ട എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് എല്ലാവരുമായിട്ട് കോൺടാക്ട് ഇങ്ങനെ കുറവുള്ള ഒരാളാണ്. സോ ബെറ്റർ അവരുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും. അറിയാത്ത കാര്യത്തെ പറ്റി പറയണ്ടല്ലോ. ബ്രോയാണ് ആദ്യം ഇത് പലർക്ക് അനുകൂലമായി എഡിറ്റ് ചെയ്തിട്ടാണ് വരുന്നതെന്നൊക്കെ. അതെ. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ എന്ത് ചെയ്തത് ഷെയർ ചെയ്തത്. സോ അപ്പോൾ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാവരും അടിച്ചാക്ഷേപിക്കുന്നതല്ല, പക്ഷേ അതിലുള്ള 1-2 പേരിൽ നിന്നും പ്രത്യേകിച്ച് ഒരാളിൽ നിന്നും ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് നിരന്തരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ബ്ലാക്ക് മെയിലിങ്ങും ത്രെട്ടനിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സമയം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പം അവർ പറയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്തു, ഞാൻ ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറേ ഓഫേഴ്സ്, മൂവി ഓഫേഴ്സ് എല്ലാം ഇതേപോലെ വിളിച്ച് കൊളാക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിക്കും, എടാ നിൻ്റെ മൂവി ഓഫർ പോയല്ലോടാ, എന്ത് പറ്റി? പിന്നെ കല്യാണമാണെങ്കിൽ കല്യാണം കൊളായെന്ന് കേൾക്കുന്നുണ്ടല്ലോടാ. ഇങ്ങനെ ഓരോന്നും തീരുമ്പോൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഡീഗ്രേഡിങ് ടൈമിൽ ഇപ്പം നമ്മുടെ കില്ലം ഫിറോസിക്ക പറഞ്ഞ കണക്ക് ഒരു കുറച്ച് ചാനൽസും കുറച്ച് PR ടീമും ഉണ്ടെങ്കിൽ ഏതൊരാളിനെ നെഗറ്റീവ് ആക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഡീഗ്രേഡിങ് നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും അതെന്നെ ഡീഗ്രേഡ് ചെയ്തേ ഉള്ളൂ. കാലം തെളിയിച്ചു. ഓരോരുത്തരായിട്ട് വന്ന് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി. പക്ഷേ എന്നാലും എന്താ പറയുക, ഒരുപാട് ഡീഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പെർഫെക്റ്റ് ഒന്നുമില്ല, കുറേയൊക്കെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ എന്നിരുന്നാലും മെജോറിറ്റിയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാവരും റിയലൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ മാറ്റം ഉണ്ടാവണമല്ലോ, അതിനാണല്ലോ എല്ലാവരും പ്രതികരിക്കുന്നത്. ആ ഒരു ചാനലിനെ അല്ലെങ്കിൽ എൻ്റെ മോൾ ഷൈൻ എന്ന് പറഞ്ഞ ഒരു ആ ഒരു ഇതിൻ്റെ ഫേമിനെ അല്ല പറയുന്നത്. ഏഷ്യനെറ്റിലുള്ള 1-2 പേരാണ് ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ. അഖിൽമാരാണെങ്കിലും സിബിനാണെങ്കിലും ഈ പറഞ്ഞ പലരും എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഏഷ്യാനെറ്റ് ആക്ച്വലി നമ്മുടെ കേരളത്തിലെ വലിയൊരു ചാനലാണ്. ആ ഒരു പേടി കൊണ്ടാണോ പലരും അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ 2ാമത്തെ സീസണിൽ അവർ പറഞ്ഞു എൻ്റെ ലൈക്ക് എന്താണ് പറയുക, എഗ്രിമെൻറ്റിൻ്റെ ടൈം തീർന്നിട്ടില്ല, അവർ കമ്മെന്ന് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി വിളിച്ചു. ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ വോയിസൊക്കെ എൻ്റെ ഉണ്ട്. ഞാൻ വരത്തില്ലെന്നാണ് പറഞ്ഞു. വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരി, വന്നു. അവിടെ കയറുന്നതിന് മുന്നെയാണ് ഞാൻ അറിയുന്നത് എന്നെ ഡീഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ പ്ലാൻസും അവർ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയിട്ട് ഫ്രസ്ട്രേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞത്. അത് ഞാൻ അന്നേ പറഞ്ഞു, ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അഗൻസ്റ്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സോ ഒബ്വിയസ്ലി എന്നെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ നടന്നു. ഇനി ആരൊക്കെ നിൽക്കുന്നോ അവരെ എല്ലാവരും ഡീഗ്രേഡ് ചെയ്യും. മനസ്സിലായില്ലേ? സോ അതിൽ ഇത് കാണുന്ന ജനങ്ങൾ ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് തിരിച്ചറിയുക. ഞാൻ പറയാം, ഈ ഷോ നല്ലൊരു ഷോ ആണ്. നല്ല ആൾക്കാർ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ജെന്യൂനായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഫിനാലെ സീസൺ വന്നു, ഫിനാലെ വീക്ക് വന്നിട്ടുണ്ട്. സോ അതിൽ ജെന്യൂൻ ആയിട്ടുള്ള വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ ജയിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ആര് തന്നെയാണെങ്കിലും ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി. ഇൻ കേസ് അതിലെന്തെങ്കിലും ഫേക്കോ അല്ലെങ്കിൽ വോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള എന്താണ് അതിൻ്റെ ഒരു ജെന്യൂനിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാനും അവർ റെസ്പോൺസിബിൾ ആയിരിക്കും. കാരണം ജനങ്ങളെ ഇമോഷൻസും ജനങ്ങളുടെ ടൈമും കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ ഈ ഷോ റൺ ചെയ്യുന്നത്. എനിക്ക് സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അവർ വില്ലിങ് ആയിരിക്കണം. പക്ഷേ ഇതുവരെ അവരങ്ങനെ വോട്ടിങ്ങിൻ്റെ ഒന്നും പുറത്തു വിട്ടിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വോട്ടിങ് ചെയ്യുന്നത് പറയുമ്പോൾ അതിൽ എന്താണ് അതിൻ്റെ ജെന്യൂനിറ്റി കാര്യങ്ങളെന്ന് അറിയത്തില്ല. അപ്പം ചോദിക്കാൻ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. അല്ലേ, നമ്മുടെ റൈറ്റ്സ് അല്ലേ. റോയിനാണെങ്കിലും എനിക്കാണെങ്കിലും ഇത് കാണുന്ന ഏതൊരു മനുഷ്യനും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ജെന്യൂനായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഷോനെ എല്ലാവരും സപ്പോർട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഷോയോ അല്ലെങ്കിൽ ഇതിലുള്ള 1-2 പേര്, അത് എനിക്കറിയാവുന്നതിൽ ഏഷ്യനെറ്റിലുള്ള 1-2 പേരാണ് ഇത് കംപ്ലീറ്റ്ലി ഈ ഷോനെ കൊളാക്കുന്നത്. ഇന്റർനാഷണൽ ഷോവിന് അതിൻ്റെ കേരള വെർഷനിലേക്ക് വരുമ്പോൾ ഏഷ്യനെറ്റിലുള്ള 1-2 പേരാണ് ഇത് ചെയ്യുന്നത്. അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് ഇന്നത്തെ എനിക്ക് തോന്നുന്നു, ഞാൻ അതിൻ്റെ അഖിൽമാരാൻ്റെ സിബിൻ്റെയും കാര്യം കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും കുറച്ച് പേര് പറയുന്നത് വെച്ചിട്ട് ലൈക്ക് എന്തൊക്കെയോ ഇനി പറയാനിരിക്കുന്നത്. ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എക്സല്ലേ, അത് ബ്ലാക്ക് മെയിൽ ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു. ജൂണിൽ കല്യാണം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം യൂഷ്വലി ഈ ഒരു മഴക്കാലത്ത് കല്യാണം വെക്കുന്നതിൽ കുറച്ച് പേർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഫാമിലിയിലുള്ളൊരു ചിങ്ങം വരയിൽ 2 മാസം കഴിഞ്ഞല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. മോസ്റ്റ്ലി സെപ്റ്റംബറിലായിരിക്കും. അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും ജൂണിൽ ഈ ഒരു കാര്യം കാരണം ഇല്ലാതെ ഞാൻ ജസ്റ്റ് നിങ്ങൾ അറിയിക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു.